തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം. വളരെ പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളുണ്ടോ നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്ന മണ്ഡലങ്ങൾ. അത്തരം ചില മണ്ഡലങ്ങളിൽ രണ്ട് മണ്ഡലങ്ങളുടെ തർക്കത്തിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്, വിശകലനത്തിലേക്കാണ് ആദ്യം പോകുന്നത്. നേമം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം നഗരത്തിലെ, തലസ്ഥാന നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ. BJP പലകുറി എഡ്ജുണ്ടാക്കുന്ന മണ്ഡലം എന്ന നിലയിലാണ് ഈ നേമം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങൾ രാഷ്ട്രീയമായി കൂടുതൽ പ്രസക്തമാകുന്നത്. അതേസമയം വട്ടിയൂർക്കാവിൽ വിജയിക്കാൻ ഇതുവരെയും BJP കഴിഞ്ഞിട്ടില്ല. പക്ഷെ നേമത്ത് ഒരു ടൈം വിജയിക്കാൻ രാജഗോപാൽ വിജയിക്കാനും കഴിഞ്ഞിരുന്നു. ഈ രണ്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള വലിയ ചർച്ചകൾ കൊഴുക്കുകയാണ്. നേമം സീറ്റിൽ വി ശിവൻകുട്ടിയുടെയും വട്ടിയൂർക്കാവ് സീറ്റായി കെ സുരേന്ദ്രന്റെയും നിലപാട് CPM BJP അന്തർധാര എന്ന ആരോപണം അതിൻ്റെ ഉന്നയിക്കുകയാണ് കോൺഗ്രസ് നേതാക്കളും. കെ മുരളീധരന്റെ പ്രതികരണം അതിനുശേഷം വിശദമായി. നേമത്ത് മത്സരിക്കാനില്ല എന്ന് ശിവൻകുട്ടി, വട്ടിയൂർക്കാവിൽ മാത്രമേ മത്സരിക്കൂ എന്ന് സുരേന്ദ്രൻ. ഇത് തമ്മിലൊരു അന്തർധാര ഞങ്ങൾ കാണുന്നുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് അവർ തീരുമാനിക്കും, BJPയുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് അവർ തീരുമാനിക്കും, ഞങ്ങളുടെ ആരാണെന്ന് ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. അല്ലാതെ ഞാൻ പക്ഷേ പറയുന്നത് ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ ഒരു അന്തർധാരയുടെ മണമുണ്ട്. അതേ ഞാൻ പറഞ്ഞു. A ക്ലാസ് മണ്ഡലമായ വട്ടിയൂർക്കാവിനായി BJPയിൽ തർക്കം. ചരടുവലി അത് സജീവമാണ്. അത് നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്. കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്നത് കണ്ടിട്ടുണ്ട്, VV രാജേഷ് മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല വിധത്തിൽ BJPയിൽ വലിയ ചർച്ചകൾ എപ്പോഴും വട്ടിയൂർക്കാവ് മണ്ഡലവുമായി ബന്ധപ്പെട്ടുണ്ടാകാറുണ്ട്. വട്ടിയൂർക്കാവ് തൻ്റെ പ്രവർത്തന മണ്ഡലം എന്നൊരു പ്രതികരണവുമായി ഇന്ന് നടൻ കൃഷ്ണകുമാറും, നേരത്തെ തിരുവനന്തപുരം സീറ്റിൽ മത്സരിച്ച കൃഷ്ണകുമാറും അവകാശവാദവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നിലധികം പേർ സജീവമായി വട്ടിയൂർക്കാവിന് വേണ്ടി BJPയിൽ രംഗത്തുണ്ട്. കൃഷ്ണകുമാറിൻ്റെ കൂടി പ്രതികരണം. അതൊന്ന്, 25 കൊല്ലമായിട്ട് ഞാൻ ജീവിക്കുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. രണ്ട്, എൻ്റെ ഓഫീസാണെങ്കിലും എൻ്റെ വീടാണെങ്കിലും ഭാര്യയുടെ വീടാണെങ്കിലും എല്ലാം വട്ടിയൂർക്കാവിനകത്താണ്. അപ്പം എൻ്റെ പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് വട്ടിയൂർക്കാവാണ്. സ്വാഭാവികമായിട്ടും ഏതൊരു പൊതുപ്രവർത്തകനും അവരവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനായിരിക്കും ഉള്ളിൽ താല്പര്യം. പിന്നെ പാർട്ടിയുടെ തീരുമാനം പോലെ ഇരിക്കും. ഇവിടുത്തെ ഓരോ പ്രവർത്തകരുമായിട്ട്, അത് ബൂത്ത് ആയിക്കോട്ടെ, ഏരിയ ആയിക്കോട്ടെ, മണ്ഡലമായിക്കോട്ടെ, എല്ലാവരുമായും വ്യക്തിബന്ധവും പാർട്ടിക്ക് അതീതമായിട്ട് നമുക്ക് വ്യാപകമായ ബന്ധമുള്ളൊരു മണ്ഡലമാണ്. പാർട്ടി വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ പറഞ്ഞാൽ ഇരുകൈ നീട്ടി സ്വീകരിക്കും. മറ്റൊരു ഓപ്ഷൻ വെച്ചാൽ അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ അടുത്ത് പാർട്ടി എവിടെ മത്സരിക്കാൻ പറഞ്ഞാലും ഞാൻ പോയിരിക്കും, മത്സരിച്ചിരിക്കും. താല്പര്യം വട്ടിയൂർക്കാവാണ്. തീർച്ചയായിട്ടും എൻ്റെ പൂർണ്ണ മനസ്സും എൻ്റെ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പ്രവർത്തിച്ച് പരിചയമുള്ളൊരു ഏരിയയാണ്. ഓരോ ഏരിയയിലെ പ്രശ്നങ്ങൾ എന്തെന്ന് നമുക്കറിയാം. ഇത്രയും കാലം ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും മനസ്സുകൊണ്ട് നമ്മളെപ്പോഴും ആഗ്രഹിക്കും വട്ടിയൂർക്കാവ് കിട്ടിയാൽ ഏറ്റവും നല്ലതായിരിക്കും. പ്രശാന്ത് കൃഷ്ണയും TS ശ്രീകൃഷ്ണയും തിരുവനന്തപുരം വിവരങ്ങളുമായി വിശകലനങ്ങളുമായി നമുക്ക് പോകേണ്ടത്. എന്താണ് വട്ടിയൂർക്കാവിൽ സംഭവിക്കുന്നത്, എന്താണ് നിയമത്തിൽ സംഭവിക്കുന്നത് എന്നത് വളരെ കൗതുകരമാണ്. അതിനു മുമ്പ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്, സാധാരണ കോൺഗ്രസിൽ സീറ്റിന് വേണ്ടിയുള്ള തർക്കം അതാണ് വളരെ പ്രധാനമായി CP നേതാക്കൾ LDF ഒക്കെ ഉയർത്തിക്കാട്ടും. ഇന്നിപ്പോൾ AK ബാലൻ്റെ പ്രതികരണമൊക്കെ ആ നിലയിലാണ്. പക്ഷേ ഇത് കോൺഗ്രസിനേക്കാൾ, കോൺഗ്രസ് ഇപ്പോൾ ഐക്യത്തിൻ്റെ സന്ദേശം നിൽക്കുമ്പോൾ BJP ആണോ ഈ തർക്ക വിഷയമായി ഇങ്ങനെ നിൽക്കുന്നത്? തിരുവനന്തപുരം, നേമവും വട്ടിയൂർക്കാവും ഒക്കെ അങ്ങനെയാണോ? ഒന്ന്, തിരുവനന്തപുരം നഗരസഭാ ഭരണം കിട്ടിയതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് BJPക്ക് ഒരു വലിയ സാധ്യതയുണ്ടെന്ന് നേതാക്കൾ കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാക്കൾ, ഒരുപാട് കാലം സംസ്ഥാന അധ്യക്ഷന്മാരായിരുന്നവരും വളരെ പാർട്ടിയിൽ പ്രവൃത്തി പരിചയമുള്ള നേതാക്കൾക്കെല്ലാം അവർക്കൊരു സുരക്ഷിതമായൊരു മണ്ഡലം കിട്ടണമെന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കെ സുരേന്ദ്രനൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സുരേന്ദ്രന് വിജയസാധ്യത ഇല്ലാത്ത മണ്ഡലങ്ങളിൽ മത്സരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം എടുത്താൽ തന്നെ വയനാട് സീറ്റിൽ മത്സരിക്കുക എന്നുള്ള BJP അഖിലേന്ത്യാ തലത്തിൽ ഒരു രാഷ്ട്രീയ മത്സരം എന്ന രീതിയിലാണ് പറയാൻ കഴിയും. മഞ്ചേശ്വരം മത്സരിച്ചു, പാലക്കാട് ശരി. മഞ്ചേശ്വരത്ത് രതീഷ് 2016 10,000 വോട്ട് പിന്നിലായിരുന്നു. 2016 കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ 89 വോട്ട് എന്ന നിലയിലേക്ക് ഇത് കുറയ്ക്കാൻ സാധിച്ചു. പക്ഷെ അതിനുശേഷം 2021 ആയപ്പോഴത്തേക്കും അത് 700ഓളം വോട്ടിന് ഗ്യാപ്പായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു ഡെമോഗ്രഫി എല്ലാം തന്നെ വളരെ അത്ര സുരക്ഷിതമല്ല. പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് തന്നെ വട്ടിയൂർക്കാവിൽ എടുക്കുമ്പോൾ നിയമത്തെക്കാളും കുറച്ചുകൂടി BJPക്ക് സാധ്യത കൂടുതലുള്ളത് വട്ടിയൂർക്കാവാണെന്ന് കണക്ക് കൂട്ടാനുള്ള കാരണം അവിടുത്തെ ഒരു ഭൂരിപക്ഷ വോട്ടുകളുടെ ഒരു പ്രാമുഖ്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വട്ടിയൂർക്കാവിന് കുറേ കൂടി സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അപ്പോഴും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും രാജീവ് ചന്ദ്രശേഖറിന് ഏകദേശം 10,000ഓളം വോട്ടിൻ്റെ ലീഡ് അവിടെ ഉണ്ട്, ശശി തരൂർ വിജയിച്ച സമയത്തും. അതിനുശേഷം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പാകുമ്പോഴും 25 വാർഡുകളിൽ 11 വാർഡിലും BJP വിജയിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, കേരളത്തിൽ നിയമസഭാ മണ്ഡലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കെടുക്കുമ്പോൾ നിയമസഭാ മണ്ഡലത്തിൻ്റെ അതിൽ നിയമവും വട്ടിയൂർക്കാവും മാത്രമാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. പക്ഷേ നേരത്തെ ഇപ്പോൾ ശശി തരൂർ വിജയിച്ചപ്പോഴും രാജഗോപാൽ പരാജയപ്പെടുമ്പോഴും
നേമം, തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം 4 നിയമസഭ മണ്ഡലം ലീഡ് ചെയ്തിരുന്നു. അങ്ങനെ ഇരുന്നുകൊണ്ട് ഇപ്പൊ 2 ഉള്ളൂ. 2014 ശേഷം 2024 അങ്ങനെ ആ ലീഡ് BJP അവിടെ നിലനിർത്താൻ സാധിച്ചത്. ഞാൻ പറയുന്നതല്ല, വട്ടിയൂർക്കാവിൽ ഒരു മികച്ച സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ അവിടെ വിജയിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഞ്ചോടിഞ്ച് മത്സരത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ളത് കഴിഞ്ഞ കാലത്തെ അഭിമാനകരമായ ഒരു സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്ത് BJP നിൽക്കുന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. തിരുവനന്തപുരം നഗരസഭയുടെ രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട കോർപ്പറേഷൻ ഒന്നിന്റെ ഭരണം പിടിക്കാൻ കഴിഞ്ഞു. അപ്പോൾ വട്ടിയൂർക്കാവിൽ വാർഡ് കൗൺസിലായ R. ശ്രീലേഖ മേയറായില്ല, ഉപാധ്യക്ഷയുമായില്ല. അപ്പോൾ വട്ടിയൂർക്കാവിൽ നിയമസഭയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അസ്വാരസ്യം അവർ പരസ്യമായി പ്രകടിപ്പിച്ചു. അപ്പോൾ R. ശ്രീലേഖ അല്ലേ വട്ടിയൂർക്കാവിലെ കാൻഡിഡേറ്റ്? അതോ കുമ്മനം രാജശേഖരൻ ആയിരിക്കുമോ? അതല്ല, അല്പം മുമ്പ് കണ്ട പ്രതികരണത്തിലെ നടൻ കൃഷ്ണകുമാർ ആയിരിക്കുമോ വട്ടിയൂർക്കാവിലെ ക്യാൻഡിഡേറ്റ്? ഈ വലിയൊരു കൂട്ടപ്പൊരിച്ചിലുണ്ടോ? അതിനും അപ്പുറത്ത് K. സുരേന്ദ്രൻ ക്യാൻഡിഡേറ്റായി വരുമോ? അങ്ങനെയാണോ? ഈ 4 പേരുകളുണ്ട് ഇതിൽ. ഇപ്പോൾ ശ്രീലേഖ പറഞ്ഞിട്ടില്ല എനിക്ക് വട്ടിയൂർക്കാവിൽ മത്സരിക്കണമെന്ന് പരസ്യമായി ഇതുവരെ പറഞ്ഞിട്ടില്ല. അവർ മത്സരിക്കാനില്ല എന്നുള്ള രീതിയിലൊക്കെ ഇപ്പോൾ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ മുന്നണിയിൽ ഔദ്യോഗിക ചർച്ചകളും തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ അതിന് പുറത്തുള്ള ചർച്ചകളൊക്കെയാണല്ലോ നടക്കുന്നത്. പിന്നെ സ്വയം താല്പര്യം പ്രകടിപ്പിക്കുക, അങ്ങനെ താല്പര്യം പ്രകടിപ്പിച്ച ആളാണ് കൃഷ്ണകുമാർ. കൃഷ്ണകുമാർ അത് തുറന്നു പറയുന്നുമുണ്ട്. അതായത് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം എന്നാണ് പറയുന്നത്. പ്രശാന്തന്റെ മണ്ഡലം കൂടിയാണ് വട്ടിയൂർക്കാവ്. അപ്പോൾ അതെ. അപ്പോൾ ഈ പ്രവർത്തന മണ്ഡലം എന്ന് പറയുമ്പോഴും വട്ടിയൂർക്കാവ് ഏറെ നാൾ ഉള്ള ആളെന്നുള്ള നിലയിൽ വട്ടിയൂർക്കാവിനെ കുറിച്ച് കൂടുതൽ പറയാൻ പ്രശാന്തന് പറ്റും. ഈ കൃഷ്ണകുമാർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സെൻട്രലാണ് മത്സരിച്ചത്. അതിന് മുമ്പ് ശ്രീശാന്തായിരുന്നു. അപ്പം ഈ കഴിഞ്ഞ ലോക്സഭയിൽ കൊല്ലത്ത് അപ്പം BJP നേതാക്കൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഒരു മണ്ഡലത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്ന് പ്രവർത്തിക്കുന്ന നേതാക്കൾ വളരെ കുറവാണ്. അതങ്ങനെ ഒരാൾ V. മുരളീധരൻ മാത്രമാണെന്ന് പറയുന്നത്. അതെ, പക്ഷെ ബാക്കി എല്ലാവരും ഓരോ മണ്ഡലം ഓരോ തെരഞ്ഞെടുപ്പിലും മാറുന്ന കാഴ്ച നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. പിന്നെ K. സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് ഏറെ കാലമായി മത്സരിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരുടെയും കാര്യം എടുക്കുമ്പോൾ ഓരോ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു മണ്ഡലത്തിൽ വന്ന് മത്സരം നടത്തി പോകുന്നു, അല്ലെങ്കിൽ മത്സരത്തിന്റെ ഭാഗമായി പ്രകടനം നടത്തി പോകുന്നു എന്നുള്ളതാണ്. അല്ല, ഇപ്പൊ ഈ V. മുരളീധരൻ ആണെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് മത്സരിച്ചത് ശോഭാ സുരേന്ദ്രനാണല്ലോ. ശോഭാ സുരേന്ദ്രൻ വലിയ വെട്ടായിരുന്നു, അത് അപ്രതീക്ഷിതമായിരുന്നു BJP നീക്കമായിരുന്നു. ഇനി ഒരു കാര്യത്തിൽ കൂടി നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കാൻ സമയമായിരുന്നു. ഒരു കാര്യത്തിൽ കൂടി വ്യക്തത. വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ? K. മുരളീധരൻ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ? അതോ VK പ്രശാന്ത് കഴക്കൂട്ടത്തേക്ക് പോകുമോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യമായിരിക്കും ഒരു പക്ഷേ, അല്ലേ? VK പ്രശാന്ത് ഇതുവരെ കഴക്കൂട്ടത്തേക്ക് പോകുന്നു എന്നുള്ള ഒരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവും VK പ്രശാന്തിന്റെ താല്പര്യം ഇതുവരെ വന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം VK പ്രശാന്ത് ഇപ്പോഴും അവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും സജീവമായി അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മേൽക്കൈയൊന്നും LDFനെ സംബന്ധിച്ച് UDFനും അവിടെ വലിയ മേൽക്കൈ ഇല്ലല്ലോ. പക്ഷേ K. മുരളീധരനെ തിരിച്ചു കൊണ്ടുവരണമെന്നുള്ള ഒരു ആവശ്യമാണ് വട്ടിയൂർക്കാവിൽ ആളുകൾ, കോൺഗ്രസിലെ അണികൾ ഉന്നയിക്കുന്നത്. പക്ഷേ അത് മുരളീധരനോട് പ്രതികരണം ചോദിച്ചപ്പോൾ അത് ഞാൻ തീരുമാനിച്ചില്ല, അല്ലെങ്കിൽ പാർട്ടി പറയും എന്നുള്ളതാണ്. കാരണം ഗുരുവായൂരുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കോൺഫിഡന്റ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. ഈ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ വട്ടിയൂർക്കാവാണോ, നേമത്ത് വീണ്ടുമോ, ഗുരുവായൂർ പോകുമോ, സെൻട്രലിലേക്ക് വരുമോ എന്നുള്ള ഒരു ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ അപ്പോഴും പ്രശ്നം K. മുരളീധരൻ എവിടെ മത്സരിച്ചു കഴിഞ്ഞാലും നേമത്തെ മത്സരത്തിനുള്ള പ്രതികാരം മുരളീധരന് നേരെ BJPയുടെ RSSന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുള്ളൊരു ഭീതി വട്ടിയൂർക്കാവ് പ്രതികാരം വീട്ടാൻ പറ്റിയ. എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ കോഴിക്കോട്ടെ ഏതെങ്കിലും മണ്ഡലമായിരിക്കും ഒരു പക്ഷേ K. മുരളീധരന് സേഫ് എന്ന് തോന്നുന്നു, അല്ലേ? പേരാമ്പ്രയോ. പക്ഷേ രതീഷ്, അവിടെ എനിക്കൊരു സംശയമുള്ളത്, അതായത് ഇപ്പോൾ വട്ടിയൂർക്കാവ് BJPയും LDFും വളരെ ശക്തമായ പ്രസ്റ്റീജിയസ് മത്സരത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ? പക്ഷേ തിരുവനന്തപുരം നഗരസഭയിലെ പെർഫോമൻസ് ഒക്കെ നമുക്ക് ഈ സെഷൻ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. K. മുരളീധരൻ്റെ സാധ്യതകൾ പരിമിതപ്പെടുകയാണ്, ജയസാധ്യതകൾ. തിരുവനന്തപുരത്തെ UDFന്റെ കോൺഗ്രസിന്റെ പെർഫോമൻസ് നോക്കിയാൽ പട്ടം ബ്ലോക്ക്, പിന്നെ വട്ടിയൂർക്കാവ് വരുന്ന മറ്റൊരു ബ്ലോക്ക്, അങ്ങനെ 2 കോൺഗ്രസിന്റെ സംഘടനപരമായ ബ്ലോക്കിൽ വട്ടിയൂർക്കാവ് ഉൾപ്പെടുന്ന ഭാഗത്തെ കോൺഗ്രസിന്റെ പെർഫോമൻസ് വളരെ നിരാശാജനകമായിരുന്നു. അതുകൊണ്ട് തന്നെ K. മുരളീധരൻ വീണ്ടും വട്ടിയൂർക്കാവിൽ മത്സരിക്കുമോ എന്ന ചോദ്യമുണ്ട്. അദ്ദേഹത്തിന്റെ മറുപടിയിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നത് അതുകൊണ്ടാണ് എന്നുകൂടി നമ്മൾ കണക്കാക്കേണ്ടി വരും.